ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വയനാട് ടു ഊട്ടി ട്രാവലിംഗ് വ്ളോഗിലെ അടുത്ത പാർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നാക്കണേ. ഈ വീഡിയോയിൽ ഞങ്ങൾ കവർ ചെയ്യുന്ന ലൊക്കേഷൻസ് കൂടൽക്കടവ്, പിന്നെ കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്ക്, പിന്നെ എടക്കൽ ഗുഹ. അപ്പോൾ ഞങ്ങൾ സിപ്പ് ലൈനും അതൊക്കെ കയറി പിറ്റേ ദിവസം ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്, മേപ്പാടിയിൽ നിന്ന്. അവിടെ നിന്ന് ഞങ്ങൾ നേരിപ്പോൾ പോണത് എവിടെയെന്നറിയോ? ഫസ്റ്റ് തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഫേമസ് കടയുണ്ട്, കുട്ടേട്ടൻസ് ഉണ്ണിയപ്പ കട. അവിടെയുണ്ട് പോണേ. അപ്പോൾ അത് തിരുനെല്ലി പോണ വഴിക്കാണ് കേട്ടോ. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. അവിടുത്തെ ഫേമസ് എന്ന് പറയുന്നത് ഉണ്ണിയപ്പം ഉണ്ടോ. പിന്നെ അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇഡ്ഡലി സാമ്പാറൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം മേടിച്ച് കഴിച്ചു. നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ്. പിന്നെ അവിടെ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം ഞങ്ങൾ പാഴ്സലും മേടിച്ചു. എന്തോ 60 രൂപ എന്തോ ആയിരുന്നു. പിന്നെ ഈ ഷോപ്പിലോട്ടോ പോണ റൂട്ടും അടിപൊളി റൂട്ടാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കൂടൽക്കടവ് എന്നൊരു പ്ലേസിലാണ്. അവിടെ അങ്ങനെ വലിയ ഫേമസ് അല്ല ആ പ്ലേസ്, പക്ഷെ നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ നമുക്ക് ചെക്ക് ഡാം കാണാം. അവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു വേനൽക്കാലത്താണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് കുളിക്കാനും മീൻ പിടിക്കാനൊക്കെ വരും. അപ്പോൾ നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമായിരിക്കും. അവിടെ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഞങ്ങൾ പോയ ലൊക്കേഷൻ കാരാപ്പുഴ അഡ്വഞ്ചർ പാർക്കാണ് കേട്ടോ. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും, ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന പാർക്കാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കാരാപ്പുഴ ഡാമും. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാമുകളിൽ ഒന്നാണ് കേട്ടോ. ഇതിൽ കയറുന്നതിന് മുന്നേ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസ് കാണാം. കൂടുതലും കിഡ്സിന് പറ്റിയ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെയും സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് കേരളാസ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ഉള്ളത്. അപ്പോൾ ഇത് ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് ഈ സിപ്പ് ലൈൻ പോണേ. എന്തോ 600 മീറ്റർ എന്തോ ലെങ്ത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ സിപ്പ് ലൈൻ ട്രൈ ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾ സിപ്പ് ലൈൻ കയറിയില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ പോയ ദിവസം ഫ്ലൈയിങ് ചെയറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായുള്ളൂ അവർ. അതായത് പിറ്റേ ദിവസം എന്തോ ഉദ്ഘാടനമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം എല്ലാവർക്കും ഫ്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഫ്ലൈയിങ് ചെയറിൽ കയറി കേട്ടോ. ഫ്ലൈയിങ് ചെയറിൽ കയറിയ ശേഷം ഞങ്ങൾ അടുത്തത് ഇതിലാണ്ടോ കയറിയത്, സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് ജയൻറ്റ് സ്വിങ്ങിൽ. അത് പേടിച്ചിട്ടാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കായിരുന്നു കേട്ടോ. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. പക്ഷേ ഒരാൾക്ക് എന്തോ 250 280 അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ്. ഇതേ ഞങ്ങളാണ് ഇതിലിരിക്കണത്. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം കേട്ടോ. ശരിക്കും ഞങ്ങൾ ഒച്ചയുണ്ടാക്കുന്ന സൗണ്ടൊക്കെ ഇതിൽ ശരിക്കും കേൾക്കാൻ പറ്റും. അപ്പോൾ സൗണ്ടൊക്കെ കേട്ടില്ലേ? എൻ്റെ ഒച്ചപ്പാടായിക്കൊണ്ടോ കൂടുതലും. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒരു തവണയെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ താഴോട്ട് വരുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, അതൊരു ഫീലിംഗ് തന്നെയാണ്. അവിടെ പിന്നെയും ഒരു 2-3 റൈഡ്സൊക്കെ അണ്ടർ കൺസ്ട്രക്ഷനാണ് കേട്ടോ. അടുത്ത് തന്നെ അതും ഇനോഗ്രേഷൻ നടത്തുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡാമിൻ്റെ ഈ സൈഡിൽ കുറച്ച് നേരം വന്ന് സ്പെൻഡ് ചെയ്തു. അപ്പോൾ വയനാട് വിസിറ്റ് ചെയ്യണവർ ഈ കാരാപ്പുഴ പാർക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്ക് സിപ്പ് ലൈൻ ഉണ്ട്, സ്വിങ് ഉണ്ട്, പിന്നെ കിഡ്സിന് പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പോയ ലൊക്കേഷൻ എടക്കൽ കേവ്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട്
കുറച്ചൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ കുറച്ചും കൂടി നടക്കണം ടിക്കറ്റ് കൗണ്ടർ എത്താൻ വേണ്ടി. പോണ വഴിക്ക് നമുക്ക് കുറേ കടകളൊക്കെ കാണാം കേട്ടോ. ചായപ്പൊടി അങ്ങനെ ഓരോന്നൊക്കെ വിൽക്കണ കട കാണാം. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അവിടെ നമുക്ക് ബാഗ് വയ്ക്കാം. പിന്നെ അവിടെ വാഷ്റൂം ഉണ്ട്. ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 50 രൂപയുണ്ട് അഡൽട്ടിന്. ചിൽഡ്രൻസിന് 30 രൂപയാണ്. പിന്നെ അവിടെ പ്ലാസ്റ്റിക് അലൗഡ് അല്ല. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്തെങ്കിലും കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവിടെ നമ്മളൊരു കോഷൻ ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അവർ നമ്മുടെ കുപ്പിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് തരും. നമ്മളപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഒരു കുപ്പി കാണിച്ചാൽ ആ സ്റ്റിക്കർ അവരെടുത്തിട്ട് നമുക്ക് ക്യാഷ് അവർ തിരിച്ചു തരും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി കേട്ടോ. തുടക്കത്തിൽ തന്നെ നമുക്ക് കരിങ്കല്ല് കൊണ്ടുള്ള സ്റ്റെപ്സാണ് കേട്ടോ കുറേയൊക്കെ. അപ്പോൾ എടക്കൽ ഗുഹ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ അമ്പകുത്തി മലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി ഒരു ചെറിയ ഗുഹയിലെത്തും. അപ്പോൾ ഈ കാണുന്ന ഗുഹയൊക്കെ മനുഷ്യനിർമ്മിതമല്ല കേട്ടോ. ഇത് ഒരു ഭൂകമ്പത്തിൽ ഇങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു ഗുഹകളൊക്കെ. ആ ഒരു ചെറിയ ഗുഹയൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇങ്ങനത്തെ സ്റ്റെപ്സാണ് കേട്ടോ. ഇങ്ങനെ 300+ സ്റ്റെപ്സ് ഉണ്ട്. ഇത് കയറിയിട്ട് വേണം നമ്മൾ ഈ ഒരു വലിയ ഗുഹയിലെത്താൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഈ വലിയ ഗുഹയിലോട്ട് കയറാം കേട്ടോ. ഇതാണ് കേട്ടോ മെയിൻ ഗുഹ. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ ശിലാലിഖിതങ്ങൾ, അതായത് പണ്ടത്തെ മനുഷ്യർ എഴുതി വെച്ചതും കൊത്തി വെച്ചതും ഒക്കെയുള്ള കുറേ ഇങ്ങനെ സംഭവങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം, അടുത്ത പാർട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.